നമസ്കാരം, എല്ലാവർക്കും ബിയോണ്ട് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ചോറ്റാനിക്കരയിൽ പീഡനത്തിന് ഇരയായ പെൺകുട്ടി വെന്റിലേറ്ററിൽ. ഇന്നത്തെ പ്രധാന ബ്രേക്കിംഗ് ന്യൂസ് ഇതാണ്. ആൺ സുഹൃത്തിൽ നിന്നും ഉണ്ടായ ക്രൂരമായ പീഡനമാണ് പെൺകുട്ടിയെ ഈ ഒരു അവസ്ഥയിലെത്തിച്ചതെന്നു പെൺകുട്ടിയുടെ മാതാവ് മൊഴി നൽകി. തലയോല പറമ്പിലാണ് ഈ ആൺ സുഹൃത്തിന്റെ വീട്. അവിടുന്ന് എന്നും രാത്രിയിൽ ചോറ്റാനിക്കരയിലുള്ള ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വരികയും പുലർച്ചെ പോകാറുമാണ്. പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴി പ്രകാരം ഇയാൾ പെൺകുട്ടിയെ നിരന്തരമായി മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നു. മകളുടെ ഈ ബന്ധം അവളുടെ ജീവിതത്തിനു തന്നെ ഭീഷണിയാകുമെന്നും അയാളുമായി നിനക്കൊത്തു പോകാൻ കഴിയില്ലെന്നും ഈ ബന്ധം നീ ഉപേക്ഷിക്കണമെന്നും താൻ മകളെ ഉപദേശിച്ചിരുന്നുവെന്നും ഈ കാരണത്താൽ എനിക്ക് അവരുടെ ഭാഗത്തുനിന്നും ജീവൻ ഭീഷണിയുണ്ടായിരുന്നെന്നും അതിനാൽ നാട്ടുകാർ എന്നെ അവിടെ നിന്നും മാറി താമസിപ്പിച്ചിരിക്കുവായിരുന്നെന്നും പെൺകുട്ടിയുടെ മാതാവിന്റെ മൊഴി. അത് പ്രകാരം പോലീസ് അടുത്തുള്ള സിസിടിവിയിൽ ചെക്ക് ചെയ്തപ്പോൾ ശനിയാഴ്ച രാത്രി 10 മണിയോടെ ഇയാൾ സുഹൃത്തിന്റെ ബൈക്കിൽ വരികയും പിറ്റേന്ന് പുലർച്ചെ തിരിച്ചു പോകുന്നതുമാണ് കണ്ടത്. അപ്പോൾ തന്നെ പോലീസുകാർ അവനെ കസ്റ്റഡിയിൽ എടുക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഞായറാഴ്ച പെൺകുട്ടിയുടെ ബന്ധു അവളുടെ വീട്ടിൽ അർദ്ധനഗ്നയായി കിടക്കുന്നത് കണ്ടാണ് ചെന്നു നോക്കിയത്. അപ്പോൾ തന്നെ അയൽക്കാരെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. കഴുത്തിൽ ഷാൾ മുറുക്കിയ നിലയിൽ, കൈയിലെ മുട്ടിലും മറ്റും മുറിവേറ്റ് നാവു കടിച്ചു പറിച്ച നിലയിലായിരുന്നു. അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു. ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ ചെയ്ത ചെക്കപ്പിൽ പെൺകുട്ടി സെക്ഷൽ അസാൾട്ടിനു ഇരയായിട്ടുണ്ടെന്നു മനസ്സിലായി. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി താൻ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും എന്നാൽ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലെന്നും മൊഴി നൽകി. പക്ഷേ പോലീസ് ഇതൊന്നും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കുറച്ചു ദിവസങ്ങൾക്കു മുൻപ് മകളുടെ കഴുത്തിലും പിന്നൊരു ദിവസം കൈയിലുമൊക്കെ മുറിവ് കണ്ട മകളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും താൻ വീണതാണെന്ന് പെൺകുട്ടി മറുപടി പറയുകയും എന്നാൽ താനത് വിശ്വസിച്ചിട്ടില്ലെന്നും അവൻ ഉപദ്രവിച്ചതാണെന്നും പറഞ്ഞു. വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ് മകളെന്നും ഞാൻ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നതുകൊണ്ടാണ് ഇന്നു ഈ കാര്യങ്ങൾ പറയാൻ ഞാൻ ഉള്ളതെന്നും അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്താം. 2021 അതിജീവിതയാണ് ഈ കുട്ടി. 2 ബസ് ജീവനക്കാർ കുട്ടിയെ ശാരീരികമായി പീഡിപ്പിക്കുകയും തുടർന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തി അവളുടെ വീട്ടിൽ എല്ലാ രാത്രിയും പോകുകയും ചെയ്തിരുന്നു. ഇത് കണ്ണിൽ പെട്ട ഒരു ആശാ വർക്കർ പോലീസിൽ പറയുകയും പെൺകുട്ടിയെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കുകയും തുടർന്നു കൗൺസിലിംഗ് നടത്തുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ബസ് ജീവനക്കാരിൽ നിന്നുള്ള പീഡന പരമ്പര ലോകമറിയുന്നത്. തുടർന്ന് കേസെടുക്കുകയും അവർ 3 മാസത്തിനു മുകളിൽ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു. 2021 അതിജീവിതയായ ഈ കുട്ടിയെ വീട്ടിൽ കഴുകൻ കാമുകന്റെ കയ്യിൽ വിട്ടുകൊടുത്തു. അമ്മ തന്റെ ജീവൻ രക്ഷിക്കാൻ മാറി നിൽക്കുന്നതിൽ എന്തോ ഒരു ദുരൂഹ തോന്നാം. ഈ ഒരു ആൺ സുഹൃത്ത് നാട്ടുകാർക്കും ഒരു ശല്യമായിരുന്നുവെന്നും മുന്നേ അവർ നൽകിയ പരാതിയിൽ വ്യക്തമാണ്. പെൺകുട്ടിയുടെ വീടിനു ചുറ്റും 20ഓളം വീടുകളുണ്ട്. വീട്ടുകാർ എല്ലാവരും ഒന്നിച്ചു ഒരു പരാതി കൊടുത്തു. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വിരുദ്ധമായി പല കാര്യങ്ങളും നടക്കുന്നുവെന്നായിരുന്നു പരാതി. 2021 പീഡനത്തിനു ശേഷം തലയോല പറമ്പിലെ കാമുകനെ പരിചയപ്പെടുകയായിരുന്നു. ഇയാളും അവളുടെ വീട്ടിലെ നിത്യസന്ദർശകനായി. അതിനിടയിൽ മാറ്റാരൊക്കെയോ അവിടെ വരുന്നു എന്ന് കാരണം പറഞ്ഞായിരുന്നു സംശയരോഗിയായ ഇയാൾ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചത്. പെൺകുട്ടിയുടെ മാതാവിന്റെ കാര്യത്തിൽ നോക്കുകയാണ് അവർക്കു ഭർത്താവില്ല, ആകെയുള്ളത് ഈ ഒരു മകൾ മാത്രം. എന്തുകൊണ്ട് ആണ് അമ്മ മകളെ അവിടെ തനിച്ചാക്കി മറ്റൊരിടത്ത് താമസിക്കുന്നു? വെറും 19 വയസ്സ് പ്രായമുള്ള മകളെ അവളുടെ കാമുകന് കൊല്ലാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. ഒരിക്കൽ പീഡനത്തിന് ഇരയായിട്ടും മകളെ നെഞ്ചോട് ചേർക്കാതെ കാമുകന് കൊല്ലാൻ വിട്ടു കൊടുത്തിരിക്കുന്നു. അതിനുള്ള മറുപടി അവർ പറയുന്നത് എനിക്കെതിരെ അവന്റെ ഭാഗത്തുനിന്നും ഭീഷണിയുണ്ടെന്നായിരുന്നു. എന്നാൽ അങ്ങനെ മാറി നിൽക്കുകയാണോ വേണ്ടത്? മകളെയും കൂടെ കൂട്ടേണ്ടിയിരുന്നില്ലേ? അല്ലെങ്കിൽ ഇതിനെതിരെ പോലീസിൽ പരാതിപ്പെടാമായിരുന്നില്ലേ? അതുമല്ലെങ്കിൽ ബന്ധുക്കളോട് പറയാമായിരുന്നില്ലേ? ഇപ്പോഴും അവ്യക്തമായി തുടരുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു കാരണം ഈ പെൺകുട്ടിയെ ഇവർ ദത്തെടുത്തതാകാം. കേരളം വിറങ്ങലിക്കുന്ന കൊലപാതക പരമ്പരകളിൽ നിന്നും പീഡന പരമ്പരകളിൽ നിന്നും കേരളം മുക്തമാകുമെന്ന്